ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗിൽ ഡ്രൈവ് ചെയ്ത് മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് ഡ്രൈവിംഗിലെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. തുടക്കക്കാർക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ വാഹനത്തെ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ കഴിയത്തില്ല. സിറ്റുവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വാഹനം ഒരു തിരക്കായിട്ടുള്ള റോഡിൽ ഓടിക്കുന്നു, അല്ലെങ്കിൽ ഒരു വില്ലേജ് റോഡിൽ ഓടിക്കുന്നു. ഏത് റോഡിലായിക്കോട്ടെ, റോഡിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തിരക്ക് വന്നാൽ, ഉദാഹരണം പറയാം, നമ്മളുടെ വാഹനം ഒരു റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു, റൈറ്റ് സൈഡിലും വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു. റോഡ് ചെറുതാണ്, നമുക്ക് ഈ രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്ത് ഇടയിലൂടെ പതിയെ നമ്മുടെ വാഹനത്തെ കൺട്രോൾ ചെയ്ത് ഓടിക്കണം. അതുപോലെ തന്നെ നമ്മൾ വാഹനമായിട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് തിരക്കുള്ള റോഡാണ്, സൈഡിൽ കുറേ ആൾക്കാർ നിൽക്കുന്നു, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുണ്ട്. അപ്പോൾ ഈ ആൾക്കാരെ ഒന്നും തട്ടാതെ ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് നമ്മുടെ വണ്ടി പതിയെ ഓടിച്ചു പോകണം. അതുപോലെ തന്നെ ഒരു വില്ലേജ് റോഡിൽ, ചെറിയ റോഡുകളിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളോട് വാഹനത്തെ ലെഫ്റ്റും റൈറ്റും ജഡ്ജ് ചെയ്തുകൊണ്ട് പതിയെ ഓടിച്ചു പോകണം. ഇതൊക്കെ ഒരു പ്രത്യേക ബാലൻസുമാണ്, ഡ്രൈവിങ്ങിലെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വാഹനം കൃത്യമായിട്ടും കൺട്രോൾ ചെയ്ത്, സ്പീഡ് കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ കണ്ടന്റ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്രാക്ടീസ് കൊടുക്കുന്നത് ഇടുക്കി കട്ടപ്പനയിലാണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുന്ന. നിങ്ങൾ വാഹനം ഓടിക്കുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും വീതിയുള്ള റോഡുകളോ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളിലും ഏറ്റവും നല്ലൊരു സിറ്റുവേഷൻ റോഡിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമുക്ക് റോഡിൽ തിരക്കുകൾ ഉണ്ടാകാം, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്യാം, നമുക്ക് ചെറിയ സ്പേസിലൂടെ വാഹനം ഡ്രൈവ് ചെയ്തു പോകേണ്ട സിറ്റുവേഷനൊക്കെ ഡ്രൈവിങ്ങിൽ വരും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ചെറിയ ഇടുങ്ങിയ സ്പേസിലൂടെ വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അതിനുവേണ്ടി ഒരു ഉദാഹരണം നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ വാഹനം ഒരു ഹിൽ ഏരിയയിലേക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്, അതായത് ഒരു മലമുകളിലേക്ക് കയറുകയാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീർത്തും ചെറിയ റോഡാണ്, രണ്ട് വണ്ടികൾക്ക് പോകാനായിട്ടുള്ള സ്പേസേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നല്ല കയറ്റങ്ങൾ ഉണ്ടാകും, ഇറക്കങ്ങൾ ഉണ്ടാകും, ഗട്ടറുള്ള ഒരു റോഡാണ്. അപ്പം ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ ചെറിയ സ്പേസിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര തിരക്കുള്ള റോഡിലേക്ക് വന്നു കഴിഞ്ഞാലും ചെറിയ സ്പേസിലൂടെ നമ്മുടെ വണ്ടിയെ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാനത് നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് എൻ്റെ വണ്ടി ഞാൻ ഇവിടുന്ന് എടുക്കുകയാണ്. ഇതേ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാനിവിടെ വണ്ടി എടുക്കുന്നു. എൻ്റെ വണ്ടി ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു വില്ലേജ് റോഡിലേക്ക് ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ടേൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ ആണ് എടുക്കുന്നത്. അപ്പോൾ വില്ലേജ് റോഡിലേക്ക് ടേൺ നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇടത് ചേർന്ന് തന്നെ തിരിയരുത്. കാരണം നമ്മുടെ വണ്ടിയുടെ സൈഡ്, ഇത് ഈ ഒരു ഭാഗം ഇവിടെ സൈഡിലുള്ള ഒബ്ജക്റ്റ് പേടിക്കും. അതിന് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, കുറച്ച് റൈറ്റ് സൈഡ് പിടിക്കണം. ഇതുപോലെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, ഫുൾ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്ത്, നമുക്ക് തിരിയാനായിട്ട് ഉദ്ദേശിച്ച റോഡ് കണ്ടു കഴിഞ്ഞാൽ ഫുൾ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിയണം. കണ്ടോ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ റോഡിലേക്ക് നമുക്ക് തിരിഞ്ഞ് കയറാം. നിങ്ങൾ നോക്കിയേ, നല്ലൊരു വില്ലേജ് റോഡിലേക്ക് നമ്മുടെ വണ്ടി കയറി, മലമുകളാണ്, ഞാൻ കയറി തുടങ്ങുകയാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വണ്ടി ഒന്ന് നിർത്താം. ഇവിടെ വണ്ടി നിർത്തിയെടുക്കാൻ ഇത്തിരി പാടാണ്, എങ്കിൽ പോലും ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതായത് നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്താണ് ഇപ്പോൾ എൻ്റെ വണ്ടി നിൽക്കുന്നത്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും, ഞാൻ എങ്ങോട്ടേലും കുറേ മാക്സിമം ചേർത്ത് വാഹനത്തെ ഒതുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും ജഡ്ജ് ചെയ്യണം. അതിനുള്ള ഏക മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യണം. ഞാനിത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാൽ ഏറ്റവും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നത് ഇങ്ങനെയുള്ള റോഡിലാണ്. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം നോക്കുക, എന്നിട്ട് റോഡിൻ്റെ എൻഡ് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലെഫ്റ്റ് ടയറിൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും പോകുന്നത്. മനസ്സിലായി? അതായത് ഈ ലെവൽ വെച്ച് നോക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലെ ടയർ നോക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ റോഡിൽ നോക്കുമ്പോൾ എൻ്റെ റൈറ്റ് ടയറും ലെഫ്റ്റ് ടയറും ഈ റോഡ് വെച്ച് നോക്കുന്ന സമയത്ത് കണ്ടോ, എൻ്റെ കൈയുടെ സെയിം ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ വെക്കുക, ഒരിക്കലും സെൻറ്റർ ഇങ്ങനെ നോക്കരുത്. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ജഡ്ജ് ചെയ്യണം. മനസ്സിലായി? ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റോഡ് ഈ രീതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയണം. അതായത് റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും എൻഡും ഇങ്ങനെ കാണാനായിട്ട് കഴിയണം. ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് ടയറും ഇതാണ് നമ്മുടെ റൈറ്റ് ടയറും എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം.
ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇവിടെ വണ്ടി എടുക്കുകയാണ്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താലേ വണ്ടി എടുക്കത്തുള്ളൂ. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ക്വിക്ക് ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിൽ വണ്ടി ഓഫ് ആകും. ആ സമയത്ത് ക്ലച്ച് ചെയ്യുന്ന കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്യാനും കഴിയണം. ഒറ്റയടിക്ക് ക്ലച്ച് ചെയ്യുന്നിടത്ത് വണ്ടി ഓഫായി പോകും. ദേ കണ്ടോ, ആക്സിലറേഷൻ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് എൻ്റെ വണ്ടി എടുക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ ഞാൻ ലെഫ്റ്റ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുത്തനെയുള്ള കയറ്റമാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഇതേ ഇങ്ങനെ ചേർത്ത് ഓടിക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ വണ്ടി പരമാവധി ലെഫ്റ്റ് ചേർന്നാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സൈഡ് എത്രത്തോളം ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി ഈ റോഡിൻ്റെ ലെഫ്റ്റ് ചേർന്നാണ് ഇപ്പോൾ എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പരമാവധി ഇങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ സൈഡിലുള്ള ഒബ്ജക്റ്റിനോട് ഒരുപാട് നമ്മുടെ വാഹനം ചേർന്നായിരിക്കും പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈഡിലുള്ള ലെഫ്റ്റ് മിററും കൂടെ നോക്കണം. കാരണം സൈഡിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ ലെഫ്റ്റ് മിറർ ഇടിക്കും. അല്ലെങ്കിൽ സൈഡിൽ ഇതുപോലെ കാടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലെഫ്റ്റ് മിറർ ഇടിക്കും. അത് നമ്മൾ ഇടയ്ക്കത് ഇങ്ങനെ ശ്രദ്ധിച്ചോണം. ഇനി നമുക്കൊരു ഇത്തിരി സ്പേസ് ഈ ലെഫ്റ്റ് സൈഡുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ഇത് ഇങ്ങനെയാക്കണം. അതായത് ഈ രീതിയിൽ നോക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ രീതിയിൽ ലെഫ്റ്റ് നോക്കുന്ന സമയത്ത് ആ റോഡുമായിട്ട് ഒരു നിശ്ചിത കറക്റ്റ് ലെവലിലാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഒരു സ്പേസ് കാണും, ഒരു ഏകദേശം ഇത്രയെങ്കിലും ഒരു സ്പേസ് ആ റോഡിൻ്റെ എൻഡുമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ട്, നമ്മുടെ വണ്ടി ഇത്തിരി ഇങ്ങോട്ടൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ആക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ സൈഡിലുള്ള വണ്ടിയെ ആൾക്കാരെ തട്ടാതെ ഡ്രൈവ് ചെയ്യാം. ഇനി എതിരെ നമുക്ക് റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഒപ്പം തന്നെ നമുക്ക് റൈറ്റ് സൈഡ് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് നല്ല വ്യൂ കിട്ടും. പക്ഷേ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും നിങ്ങൾക്ക് പ്രശ്നം. ഇപ്പം തന്നെ ഇവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് വെച്ച് നോക്കുന്നു. കണ്ടോ, അപ്പോൾ ഇതിന് വെളിയിലാണ് ഈ വെളിയിലുള്ള വാഹനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും അവിടെ തട്ടത്തില്ല. ഇനി നമുക്ക് ഇത്തിരി കൂടെ നമ്മുടെ വാഹനം ഈ സൈഡിലേക്ക് ഒന്ന് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ഡ്രൈവ് ചെയ്യണം. ഈ മെത്തേഡ് വെച്ച് അപ്പോൾ ഇവിടെ ചേർന്നു. അപ്പോൾ നമ്മുടെ വണ്ടി കുഴിയിലേക്കൊക്കെ പോകുമെന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ മെത്തേഡിലേക്ക് ആക്കാം. മനസ്സിലായോ? അപ്പോൾ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിരെ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ മെത്തേഡിൽ ഇങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ സൈഡിലുള്ള കുഴികളിലൊന്നും വണ്ടി താങ്ങത്തില്ല. ആ റോഡിൻ്റെ എൻഡുമായിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ മാത്രമല്ല ഇങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടത്, നിങ്ങൾ അടുത്ത എല്ലാ ഗിയറും കൊടുത്ത് ഡ്രൈവ് ചെയ്യണം. ഇപ്പം നിങ്ങളെ ഞാൻ മറ്റൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് ടേൺ എടുക്കേണ്ടത്. നിങ്ങൾ നോക്കിയാൽ വളരെ ചെറിയൊരു റോഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് വന്ന് റൈറ്റ് പിടിക്കരുത്. നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് അവിടെ തട്ടും. മനസ്സിലായോ? അതായത് ആ ഭിത്തിയിൽ ആ മണ്ണിലൊക്കെ പോയി ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് തന്നെ ചേർന്ന് വരിക. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ലെഫ്റ്റ് തന്നെ ചേർന്ന് പരമാവധി ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ റൈറ്റ് മിറർ ഉണ്ടല്ലോ, ഈ റൈറ്റ് മിറർ ഏകദേശം ഇവിടുന്ന് തിരിയുന്ന ആ റോഡുണ്ടല്ലോ, ആ റോഡിൻ്റെ ലെവലിന് റൈറ്റ് മിറർ ഏകദേശം വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വാഹനത്തെ ചവിട്ടി നിർത്തുക. അപ്പോൾ നമുക്ക് ആ റോഡും ക്ലിയർ വ്യൂ കണ്ടു, ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ മുൻവശം കുറച്ചും കൂടെ മുന്നിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ റോഡിൻ്റെ എൻഡാണ് നമ്മൾ ഇരിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റ് നോക്കുമ്പോൾ ഇവിടെ എൻഡാണ് ഇരിക്കുന്നതെങ്കിലും വണ്ടിയുടെ മുൻവശത്തിന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു അളവിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, സ്റ്റിയറിംഗ് ഫുള്ള് റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. മനസ്സിലായി? എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നോക്കി ഇവിടെ ഒന്നും തട്ടാതെ നമ്മുടെ വണ്ടി ഇത് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു വരും. ഇങ്ങനെ തിരിഞ്ഞു വരുന്നതിനനുസരിച്ച് പിന്നെ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് നോക്കുക. ഇതേ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കി കറക്റ്റായിട്ട് വരുന്നു. ഇത് ശ്രദ്ധിക്കണം, കാരണം റോഡിന് വീതി കുറവുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും വണ്ടി കയറി വരാം. ഇതുണ്ടോ ഈ ഒരു ലെവൽ കണ്ടോ, കറക്റ്റായിട്ട് ഇത് ഈ ലെവൽ വെച്ച് ഡ്രൈവ് ചെയ്ത് പോവുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ പോകുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കൊടുക്കാം. നിങ്ങളിൽ പല ആൾക്കാർക്കും അത് അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വരുന്നത്. ചെറിയൊരു ഇറക്കം ഇറങ്ങി വരുന്നു. ഇനിയിപ്പോൾ ഇവിടെ റോഡ് വലിയ പ്രശ്നമില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക. തേർഡ് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് ഒന്നും എല്ലാം റിലീസ് ചെയ്ത് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്താൽ നമുക്ക് ഇറങ്ങി വരാം. ഇനി ഗട്ടറോ കുടിയോ വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക. എന്നിട്ട് തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുത്തിട്ട് ഇറങ്ങാൻ നോക്കണം. വന്ന ഗിയറിൽ പോകരുത്. സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു. എന്നിട്ട് വണ്ടി തീർത്തും സ്ലോ ആയി പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ഇതുപോലെ പതിയെ ഇറങ്ങി വന്നാൽ മതി. നിങ്ങൾ നോക്കിയാൽ ബ്രേക്കാ കാല് ജസ്റ്റ് വെച്ചോണ്ട് ഇറക്കം കൂടിയ റോഡാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങുന്നത്. നിങ്ങൾ നോക്കുക, വില്ലേജ് റോഡാണ്. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടോ. ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഇറങ്ങി വരാം. ഇനി റോഡിന് എപ്പോഴേലും ഒരു ഇത്തിരി വീതിയോ അല്ല ഇത്തിരി നീളം കൂടിക്കഴിഞ്ഞാൽ, അതായത് ഇറക്കം മാറിയിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വന്നു, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാനിവിടെ ചേർന്ന് പോവാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡിലേക്ക് നമ്മൾ വാഹനമായിട്ട് കയറി ചെറിയൊരു കയറ്റമാണ് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള റോഡിൽ പരമാവധി നല്ല ഗിയർ എന്ന് പറയുന്നത്, ഏറ്റവും സുഖകരമായിട്ടുള്ള ഗിയർ എന്ന് പറയുന്നത് സെക്കൻഡാണ്. ഫസ്റ്റിൽ തന്നെ പോകണമെന്ന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഒരു തരത്തിലുള്ള നിർബന്ധവും ഇല്ല. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി വീണ്ടും നല്ലൊരു കോൺക്രീറ്റ് റോഡിലേക്ക് നമ്മുടെ വാഹനം കയറുവാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ കണ്ടോ കറക്റ്റ്. ഇപ്പോൾ ഞാൻ ലെഫ്റ്റുമായിട്ട് നല്ല അകലവിട്ടാണ് പോകുന്നത്, കാരണം ഇവിടെ നമുക്ക് വേറെ വണ്ടിയൊന്നുമില്ല, പേടിക്കേണ്ട. ഇങ്ങനെ കറക്റ്റായിട്ട് കയറി പോകുന്നു. ഇനി വണ്ടി ആക്സിലറേഷൻ കൊടുത്ത് കയറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ക്ലച്ച് എന്ന് നയിക്കുക. ഇത് നമുക്ക് എപ്പോഴാണ്
അഡ്വാൻസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആക്സിലറേഷൻ കൊടുത്ത് കയറുന്നില്ലെന്ന് നമ്മൾ ആ കാല് കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. എന്തോ വണ്ടി കയറാൻ ഒരു മടി കാണിക്കുന്ന പോലെ തോന്നുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ തോന്നുമ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുഴപ്പമില്ല വണ്ടി കയറി പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ആ ഗിയറിൽ തന്നെ കയറി പോകാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഓഫായി പോകും. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. ഡ്രൈവിങ്ങിൽ നിങ്ങളെ പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നതാണ്. അപ്പം തന്നെ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുത്തേക്ക്. ഇപ്പോൾ വീണ്ടും ഞാൻ സെക്കൻഡ് കൊടുത്തു. വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. ഇപ്പം നിങ്ങൾ അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യണം ഇത്തരത്തിലുള്ള റോഡിലും. അതിന് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ കൈ എടുത്ത് ഇവിടെ പിടിക്കണം. ഇങ്ങനെ ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് നമുക്കിത് ഇത്രയും ഇങ്ങോട്ട് തിരിക്കാം, ഇത്രയും ഇങ്ങോട്ടും തിരിക്കാം. കണ്ടല്ലോ. എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തെടുത്തു. ഇടത്തെ കൈ ഗിയർ ലിവറെ വെക്കുക. നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടാനാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാനിങ്ങനെ വരികയാണ്. കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഇത്തരത്തിൽ തിരിക്കുന്നു. കണ്ടോ. എന്നിട്ട് വീണ്ടും ഞാനിത് ഇവിടെ ഒന്ന് നേരെയാക്കി കൊടുക്കും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ്. കാരണം ഫസ്റ്റ് ഗിയർ തന്നെ ഇങ്ങനെ പോവുക. എന്നിട്ട് വണ്ടിക്കൊരു അത്യാവശ്യം വലിയ പ്രശ്നമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് നൽകുക. സെക്കൻഡ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചെയ്യുന്ന അയച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം. ഇങ്ങനെ കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തെടുക്കാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ സെൻറ്ററിൽ പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വന്ന് ഇവിടെ ഒന്ന് ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറി. വീണ്ടും നമുക്ക് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ജഡ്ജ് ചെയ്യുന്നത്. കണ്ടോ. ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോവാണ്. കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടത് ചേർന്ന് ഓടിക്കാനായിട്ടുള്ള ഒരു നല്ല ബാലൻസ് വില്ലേജ് റോഡിൽ കിട്ടും. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മളുള്ള വലത്തെ കൈയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിങ്ങിന് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യുന്നത്. ഇടത്തെ കൈ എപ്പോഴും സപ്പോർട്ടാണ്. മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഞാനിത് ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. നിങ്ങൾ നോക്കുക, ക്ലച്ച് പിടിക്കുന്നു, ഫസ്റ്റ് കൊടുക്കുന്നു, ഒരു കയറ്റമാണ്. അപ്പോൾ നമ്മളുടെ ഇടത്തെ കൈ ഓൾറെഡി ഈ ഗിയർ ലിവറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. കൃത്യമായിട്ട് നമുക്ക് തെറ്റാതെ തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കറക്റ്റായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു. കണ്ടോ. എന്നിട്ട് നോട്ടോ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. കറക്റ്റായിട്ട് ഈ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നു. അടുത്തോട്ട് നമുക്ക് സ്പേസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. കണ്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു മെയിൻ റോഡിലേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുന്നു. കണ്ടോ. ഇങ്ങനെ കുറച്ച് നേരം തിരക്കില്ലാത്ത റോഡിലൂടെ നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക സിംഗിൾ ഹാൻഡ്. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്ന് തുടങ്ങും. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ പതുക്കെ രണ്ട് കൈ എടുത്ത് ഗിയറിൽ സ്റ്റിയറിങ്ങിലേക്ക് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുക. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾ അടുത്തൊരു ഗിയർ ഇടാനായിട്ട് കൈ എടുത്ത് ലിവറെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറേ നേരം സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലേ വന്നിട്ട് പെട്ടെന്നൊന്ന് ഗിയർ മാറ്റണം, അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അതായത് ഇങ്ങനെ ഓടിച്ചു വരുന്ന ഒന്ന് ഇവിടെ ഡൗൺ ചെയ്യണം. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈ ബാലൻസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സെക്കൻഡ് ഗിയറിലേക്ക് ഇടും. എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നതായിരിക്കും. കണ്ടോ. ഇതുപോലെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലോ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണ്, ഈ മെത്തേഡാണ് നോക്കുന്നത്. കണ്ടോ. അപ്പോൾ ഇതിന് വെളിയിലാണ് ഇപ്പോൾ വെളിയിലുള്ള വാഹനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി ഒരു കാരണവശാലും ആളെ തട്ടത്തില്ല. മനസ്സിലായോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചേർക്കുക. ഇനി ഇവിടെ ആൾക്കാരൊന്നുമില്ല, നമ്മുടെ വണ്ടി ഈ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കണം. എതിരെ ഒരു വണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മെത്തേഡിൽ നോക്കുക. ഈ മെത്തേഡിൽ നോക്കിയിട്ട് ഇതുപോലെ വാഹനം പരമാവധി സൈഡിലേക്ക് അങ്ങ് ഒതുക്കി കൊടുക്കുക. അപ്പോൾ എതിരെ വരുന്ന വണ്ടി എന്ത് ചെയ്യും, കയറി പൊക്കോളും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പഠിക്കണം. അതിന് നിങ്ങൾ ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ ഓടിച്ച് പഠിക്കണം. നിങ്ങളിൽ പല ആൾക്കാരും ഒരു വാഹനം നന്നായിട്ട് ഓടിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും സേഫ് സോണിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വീതി കൂടിയുള്ള റോഡിലൂടെ മാത്രമുള്ള ഡ്രൈവേ നിങ്ങൾക്കുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്? നിങ്ങൾക്ക് ഒരിക്കലും ഡ്രൈവിങ്ങിൽ ഒന്നും ആകാൻ കഴിയില്ല. മനസ്സിലായോ. നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിൽ ഓടിച്ചെങ്കിലേ ആകത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള റോഡുകളിൽ വാഹനം ഓടിക്കാനായിട്ട് പരിശീലനം നേടണം. പരിശീലനം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം തിരക്കുള്ള റോഡിൽ ട്രാഫിക്കിൽ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഭയങ്കരമായിരിക്കും. കാരണം നല്ലൊരു ബാലൻസ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ലഭിക്കും. അപ്പം അത്തരത്തിലുള്ള പരിശീലനങ്ങൾ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.